ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലൈൻ ലേസറാണ്. ഈ ലൈൻ ലേസർ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് നമ്മുടെ ടൈൽ വർക്കേഴ്സിനാണ്. ടൈൽ വർക്കേഴ്സിന് ഈ സാധനം ഉണ്ടെങ്കിൽ അവരുടെ പകുതി വർക്ക് കുറഞ്ഞ പോലെയാണ്. അതായത് ഈ ടൈൽ ഇടുമ്പോൾ ജസ്റ്റ് ഓരോ ടൈൽ ഇടുന്നത് അവർ ജസ്റ്റ് നൂല് കെട്ടി വെച്ചിട്ടാണ് അതിലാണ് ടൈൽ ഇട്ട് പോകുന്നത്. ഈ സാധനം ഉണ്ടെങ്കിൽ ഈ നൂലിട്ടുന്നതിൻ്റെ അതേ ഇതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലേസർ കടന്നു പോകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ടൈലിട്ട് പോകാനൊക്കെ എളുപ്പമാണ്, ലെവൽ ഇളക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെമോയുടെ കാണിച്ചത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് GLL 50-15XG എന്ന് പറഞ്ഞ മോഡലാണ്. ഈ XG എന്ന് പറയുമ്പോൾ ഗ്രീൻ ലേസറാണ്. ഇതിൻ്റെ തന്നെ റെഡ് ലേസർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. റെഡ് ലേസർ വരുമ്പോൾ ഒരു 5500 rupees തൊട്ട് റെഡ് ലേസർ അവൈലബിൾ ആണ്. ഇത് കുറച്ച് എൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. ഗ്രീൻ ലേസർ കുറച്ച് പെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും റെഡിനെക്കാട്ടിയും ഗ്രീനിന്. പിന്നെ വന്നിട്ട് 5 ലൈൻ വരും ഇതിനകത്ത്. 3 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്, അങ്ങനെ പല റേഞ്ചിൽ ലൈൻ വരും. ഇത് വന്നിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് 5 ലൈൻ കിട്ടും നിങ്ങൾക്ക്. 15 മീറ്ററാണ് ഇതിൻ്റെ നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഉള്ള ലൈൻ. ഈ നമുക്ക് വിസിബിൾ കാണാൻ പറ്റും 15 meters വരെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ് സ്റ്റാൻഡാണ്, ചെറിയൊരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാറ്ററികൾ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ 4 ബാറ്ററി വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ തുറക്കുക, പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് ഇത് പിടിപ്പിക്കുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താണ്. ഓക്കെ, കറക്റ്റായി. എപ്പോഴും എന്നിട്ട് ഇത് എങ്ങോട്ട് വേണം തിരിക്കാവുന്നതാണ്. ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ സ്റ്റാൻഡിൽ തന്നെ തിരിച്ചാണ്. ഇപ്പോൾ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ആയിട്ട് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാം. കൂടുതൽ ഈ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാനാണ് നമ്മൾ ഈ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് ഈ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് ഓൺ ചെയ്യാം. ജസ്റ്റ് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ ഇതുണ്ട് ലൈസർ ലൈൻ കത്തും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പം ലോക്കിലാണ്, ഓഫ് കണ്ടീഷനിലാണ്. ഓഫ് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓണാണ്. ഓണിൽ ലോക്കിലായിരിക്കും ഇത് ഓൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നത് അവിടെ ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ. അപ്പോഴേ അത് കറക്റ്റായിട്ട് ഇതിനകത്തൊരു പെൻഡിലും കറക്റ്റായിട്ട് മോഷനിൽ വർക്ക് ചെയ്ത് ഓൺ പൊസിഷനിലായി നിൽക്കുകയാണ്, സ്റ്റഡി പൊസിഷനിലായി നിൽക്കുന്ന രീതിയിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് അൺലോക്ക് എന്ന് പറഞ്ഞ പൊസിഷനിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് കൊണ്ട് മൂവ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പർപ്പസിനും പോകരുത്. എപ്പോഴും നിങ്ങൾ ലോക്കിൽ ഇട്ടിട്ട് മൂവ് ചെയ്യുക, സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് കൊണ്ട് മാറ്റുക, നിങ്ങൾ നടക്കാൻ ജസ്റ്റ് ഇത് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് നടക്കുന്നതൊക്കെ ലോക്കിലിട്ട് വേണം. അൺലോക്ക് ഓപ്ഷൻ വെക്കുന്നത് എപ്പോഴും നിങ്ങൾ സ്റ്റഡി ആയിട്ട് മാർക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് വേണം അൺലോക്ക് ചെയ്യുക. അപ്പോഴേ അത് കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. ഓക്കെ, പിന്നെ കംപ്ലയിൻറ്റ്സ് കുറഞ്ഞിരിക്കാൻ നിങ്ങൾ മാക്സിമം അൺലോക്ക് വളരെ ലിമിറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം നിങ്ങൾ അൺലോക്ക് ചെയ്യുക. അതിന് ശേഷം ഉടനെ തന്നെ ലോക്ക് ചെയ്യുക. നിങ്ങൾ ഈ സാധനം മൂവ് ചെയ്യുന്ന കണ്ടീഷനിലോട്ട് എപ്പോഴും ലോക്ക് ചെയ്തിട്ട് തന്നെ മൂവ് ചെയ്യുക. അപ്പം മാക്സിമം ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് വളരെ 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 കുറഞ്ഞിരിക്കും. ഇത് പ്രോപ്പറായിട്ട് നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 4-5 വർഷത്തേക്ക് പോലും ഇതിന് കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. പിന്നെ കംപ്ലയിൻറ്റ്സ് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അൺലോക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇത് കൊണ്ട് നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് മാക്സിമം കംപ്ലയിൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇതും 1 year വാറണ്ടി, റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇത് നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ള. ഈ സ്റ്റാൻഡിൽ തന്നെ ഒരു വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിപ്പം ഇവിടെ വെക്കുമ്പം ഓട്ടോമാറ്റിക്കലി വാട്ടർ ലെവൽ കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇതിൽ തന്നെ 2 ലൈൻ കാണിക്കുന്നുണ്ട്. 1, 2, 3, 4 ഇവിടെ വരണം. അടുത്ത 5 ലൈനാണ് ഇതുവഴി മൊത്തം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബേസ് ലൈൻ കണ്ടോ, ഫുള്ളായിട്ട് നമുക്ക് ബേസ് ലൈൻ ഇവിടെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യുന്നു, ക്രോസ് ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ബാത്റൂം വാളൊക്കെയാണ് ബാത്റൂം വാൾ ടൈലിംഗ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നോക്കി ഇതിപ്പോൾ ഇത് വെച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചത്. കണ്ടോ, ഇതേ ലൈനിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇതുവഴിയുള്ള ലൈനും കറക്റ്റായിട്ട് പോകും. എഗെയിൻ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുവഴിയുള്ള ലൈൻ ഇതേ സെയിം പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. എഗെയിൻ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന അതേ സൈഡിലുള്ള
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ 360 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് ഇപ്പോൾ നമുക്ക് ലൈൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലൈൻ ഇതുപോലത്തെ പർപ്പസിനാണ്, ലെവലിംഗ് പർപ്പസിനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ലൈറ്റ് ഓൾറെഡി ഉണ്ട്. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ബേസിൽ ഒരു ലൈൻ ഉണ്ട്, കണ്ടോ? ഈ ലൈനാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ പോയിന്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഫസ്റ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലെവലിംഗ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ഇവിടെ ഒരു ഹോൾ ഈ സ്റ്റാൻഡിൽ കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് വെച്ചിട്ടാണ് ബേസ് ലെവൽ ലൈൻ ഇതാണ് ഇതിൻ്റെ. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് ജസ്റ്റ് ഇത് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ജസ്റ്റ് ഇത് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫിക്സ് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ആയി. ഇനി ഇതിപ്പോൾ മൂവ് ചെയ്തെന്ന് പറഞ്ഞാലൊന്നും ഇതാവത്തില്ല. കണ്ട, ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡിൽ കൂടെ തന്നെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതല്ല എൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ ഞാൻ കാണിച്ചതല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഡൗട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷോപ്പിൽ വന്നാൽ മതി. ഓക്കെ, താങ്ക് യു.